ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസ്. ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഫക്റ്റീവ് എക്കോണമീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു തിയറിയെക്കുറിച്ചാണ്. അപ്പോൾ അഫക്റ്റീവ് എക്കോണമീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്, എന്താണ് ഈ ഒരു തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത്, പിന്നെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എത്ര വലുതാണെന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ട് ഈസ് സീരീസിലെ രണ്ടാമത്തെ ഒരു തിയറിയാണ് അഫക്റ്റീവ് എക്കോണമീസിൻ്റെ തിയറി. നമുക്ക് UGC നെറ്റിൻ്റെ എക്സാമിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്റററി തിയറി പഠിക്കുന്നവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു സീരീസ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് സാറ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ ഫെമിനിസ്റ്റ് സ്കോളറാണ്. 1969 സാറ അഹമ്മദ് ജനിക്കുന്നത്. ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ ഫെമിനിസ്റ്റ് സ്കോളറാണ്. ഇവരുടെ പ്രത്യേക ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റ് തിയറി, പ്രധാനമായിട്ടും ഫെമിനിസ്റ്റ് തിയറി, അതുപോലെ തന്നെ ക്വിയർ തിയറി, പിന്നെ ക്രിട്ടിക്കൽ റൈസ് തിയറി, പിന്നെ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് തുടങ്ങിയിട്ടുള്ള ഏരിയയിലാണ് സാറ അഹമ്മദ് എക്സ്പെർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ സാറ അഹമ്മദിൻ്റെ ഒരു തിയറിയാണ് എഫക്റ്റീവ് എക്കോണമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് നോക്കി നോക്കാം എന്താണ് ഇവരുടെ ഒരു ബുക്കിൻ്റെ ഒരു വർക്കിൻ്റെ പേരെന്താണ്. അപ്പോൾ ആദ്യമായിട്ട് സാറ അഹമ്മദിൻ്റെ വർക്കാണ് 2004 പബ്ലിഷ് ചെയ്തിട്ടുള്ള ദ കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിലൂടെയാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു തിയറിയെക്കുറിച്ച് ഉള്ള ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ വെറും പേഴ്സണൽ ഫീലിങ്സ് അല്ല, അത് എന്താണ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫോഴ്സസ് ആണെന്നാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന ഒരു ആശയം. അപ്പോൾ നമ്മൾക്കൊരു ഇമോഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേടിയോ അല്ലെങ്കിൽ ഫിയറോ ഹാപ്പിനെസ്സോ എന്താണെങ്കിലും അത് ജസ്റ്റ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സംഗതിയല്ല, അത് ഒരു വലിയ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് മാറാൻ കഴിവുള്ളൊരു സംഗതിയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇമോഷൻസ് എന്നുള്ളത് അത് നമ്മുടെ ബോഡീസ് നമ്മുടെ ഒബ്ജക്റ്റുമായിട്ട് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ റാഷണലൈസ്ഡ് ബോഡീസിൽ ഇപ്പോൾ ബ്ലാക്സ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താഴ്ന്ന തട്ടിൽ ജീവിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവർക്ക് ഒരു ഇപ്പോൾ ഫിയർ പേടി എന്നുള്ളത് അവരുടെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന അതുപോലെ. അപ്പോൾ അതൊക്കെയാണ് എക്സാമ്പിളായിട്ട് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഇമോഷൻസ് എന്നുള്ളത് ഒബ്ജക്റ്റുമായിട്ടും ബോഡീസുമായിട്ടും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന സംഗതിയാണെന്ന് അവർ പറയാൻ ശ്രമിക്കുന്നു. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു ഇമോഷൻസ് എന്നുള്ളത് ഇമോഷൻസ് ആർ സർക്കുലേറ്റഡ്. അത് നമുക്ക് വെറും ഫീൽ ചെയ്യുക മാത്രമല്ല, നമ്മുടെ ഹാപ്പിനെസ്സോ നമ്മുടെ ഫിയറൊക്കെ വെറും ഫീൽ ചെയ്യുക മാത്രമല്ല, അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആ അർത്ഥത്തിൽ വളരെ വലിയ ഒരു അഫക്റ്റ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ തിയറി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചറൽ സ്റ്റഡീസിലേക്ക് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഫക്റ്റ് തിയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, നമ്മുടെ ഇമോഷൻസ് വെറും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സംഗതികളല്ല, നമ്മൾ ഫീൽ ചെയ്യുന്നത് മാത്രമല്ല, അത് വളരെ വലിയ അർത്ഥത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ അതൊരു സോഷ്യൽ ഫോഴ്സായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മറ്റൊരു സംഗതി നോക്കേണ്ടത് അഫക്റ്റീവ് എക്കോണമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ടോപ്പിക്ക്, ഇത് ഒരു എസ്സേ ആണ്. സാറ അഹമ്മദിൻ്റെ 2004 എഴുതിയിട്ടുള്ള ഒരു എസ്സേയിലൂടെ കൂടിയാണ് ഈ ഒരു സംഗതി പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും സാറ അഹമ്മദിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു അഫക്റ്റീവ് എക്കോണമിക്സ് എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ആശയം ഇമോഷൻസ് ആർ നോട്ട് ആസ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ്. അവർ പറയാൻ ശ്രമിക്കുന്നത് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ വെറും ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് മാത്രമല്ല, അത് ഇൻറ്റേർണലോ പ്രൈവറ്റോ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, പക്ഷേ അതെന്താണ് വളരെ വലിയ അർത്ഥങ്ങൾ നൽകുന്ന സോഷ്യൽ കൾച്ചറൽ പ്രാക്ടീസസ് ആണെന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അത് ആളുകൾക്കിടയിൽ അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് അത് ഒരു സോഷ്യൽ സ്ട്രക്ചറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള വലിയ സംഗതികൾ അതിന് പിറകിലുണ്ട്, ഈ ഇമോഷൻസിന് പിറകിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇമോഷൻസ് എന്നുള്ളത് ചിലപ്പം ഒരു ക്യാപിറ്റലായിട്ട്, ഒരു ഫോം ഓഫ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കപ്പെടാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫിയർ എന്നുള്ളത് നമ്മൾ എടുത്തു നോക്കുക. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഒരു ഫിയർ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു ക്യാപിറ്റലായിട്ട് ആളുകൾക്ക്, രാജാക്കന്മാർക്കോ അതല്ലെങ്കിൽ ഭരണകർത്താക്കന്മാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാപിറ്റലായിട്ട് വരെ അതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ വെറും പ്രൈവറ്റ് ആയിട്ടുള്ള സംഗതികളല്ല, ഇതൊരു സോഷ്യൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റൊക്കെ ആയിട്ട് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളാണ്, ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് എന്നാണ് സാറ സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ക്യാപിറ്റൽ അത് ഒരു പക്ഷേ സോഷ്യൽ സ്റ്റാറ്റസോ അതല്ലെങ്കിൽ ഇൻഫ്ലുവൻസോ പവറോ ഒക്കെ നേടാൻ വേണ്ടിയിട്ട് ആളുകളെ ഇത് യൂസ് ചെയ്യുന്ന ആളുകളെ സഹായിക്കും. ഇപ്പോൾ രാജാവിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. രാജാവിനെ എല്ലാവരും പേടിക്കുന്നു. അപ്പോൾ ആ ഫിയർ എന്നുള്ളത് ഒരു ക്യാപിറ്റലായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ അഫക്റ്റീവ് എക്കോണമിക്സിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഫിയറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, പേടി എന്നുള്ളൊരു എക്സാമ്പിൾ, ഇതൊരു ഇമോഷനാണ് അല്ലേ. അപ്പോൾ ഇത് ആളുകളെ വലിയ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് സോഷ്യൽ കൺട്രോളിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഹെറാർക്കീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹാപ്പിനെസ്, ഇപ്പോൾ ആളുകൾക്കിടയിൽ ഹാപ്പിനെസ് പ്രൊമോട്ട് ചെയ്യുക, പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ചെയ്യുന്ന അജണ്ട സെറ്റ് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നൊരു സംഗതിയാണ്, ആളുകളെ എല്ലാവരെയും ഹാപ്പിയാക്കി നിലനിർത്തുക, അങ്ങനെ പവർ ഗെയിൻ ചെയ്യുക എന്നുള്ള സംഗതി. അപ്പോൾ ഇതൊക്കെ അഫക്റ്റീവ് എക്കോണമിക്സിൻ്റെ ഉള്ളിൽ പെടുന്ന സംഗതികളാണ്. മറ്റൊന്നാണ് അഫക്റ്റീവ് എക്കോണമിക്സും ടെക്നോളജിയും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, എങ്ങനെയാണ് നമ്മുടെ ഈ നമ്മുടെ ഹാപ്പിനെസ് എങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ടെക്നോളജി എന്നുള്ളത്, സോഷ്യൽ മീഡിയ, ഇത് വളരെ വലിയ
വലിയൊരു റോൾ വഹിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ സർക്കുലേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ആളുകൾക്ക് കോമൺ ആയിട്ട് ആളുകളൊക്കെ ഹാപ്പി ആവുക, ആളുകൾക്ക് ദുഃഖിതരാവുക, അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ഒരു ടെക്നോളജിയുടെ യൂസോട് കൂടിയാണ് സംഭവിക്കുന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുമ്പോൾ അതിൽ ഹാപ്പിനെസ് കിട്ടുന്ന സമയത്ത്, അപ്പോൾ ഇതൊക്കെ എന്താണ് ആളുകളുടെ ഇമോഷൻസിനെ വളരെ വലിയ അർത്ഥത്തിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എഫക്റ്റീവ് എക്കോണമിക്സും ടെക്നോളജിയും എന്നുള്ള ഈ ഒരു പാർട്ടിൽ ഈ ഒരു സംഗതി കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതാണ് സാറ അഹമ്മദിൻ്റെ എഫക്റ്റീവ് എക്കോണമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയുടെ ഒരു ടോട്ടൽ. ഓക്കെ.